നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ഇന്ന് ജീവനെ കണ്ടിരുന്നു. അങ്കിൾ, സത്യം പറ, ഇത്രയും കാലം നീ എവിടെയായിരുന്നു? എവിടെയാണ് നീ അവരെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നത്? എന്തൊക്കെയാ നിങ്ങൾ ഈ ചോദിക്കുന്നത്? എനിക്കൊന്നും മനസ്സിൽ ഞങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞത് അത് അവന്റെ അടവാ. പക്ഷേ അവനെ ഞാനും സുധിയും തേടി പിടിക്കും. നിത്യയും സുജാതയൊക്കെ തിരുവനന്തപുരത്ത് ഉണ്ട് മോളെ, അതെനിക്ക് ഉറപ്പാ. അങ്കിൾ, നമ്മുടെ തെരച്ചിലിന് ഒരു ഫലം കണ്ടത് നല്ല കാര്യ. പക്ഷേ ഞാനിത് രഘുവങ്കളിനോട് പറയുന്നില്ല. രഘുവങ്കളിന്റെ കണ്ടീഷൻ വളരെ മോശം. എല്ലാ നേരവും മദ്യപിക്കും, പിച്ചും പേയും പറഞ്ഞോണ്ടേയിരിക്കും. ബോധം തെളിഞ്ഞാലും കരച്ചിൽ തന്നെയാ. പിന്നെ എങ്ങനെയാ അങ്കിൾ? മനസ്സിലായി മോളെ. സുജാതയെക്കുറിച്ചോ നിത്യയെക്കുറിച്ചോ നമുക്ക് കൃത്യമായൊരു തെളിവ് കിട്ടുന്നതുവരെ രഘുസാറിനോട് ഈ വിവരം പറയണ്ട. പക്ഷേ അങ്കിളും സുധീൻ ചിന്തിക്കുന്ന പോലെ ജീവൻ ഇപ്പോഴും നിത്യയുടെ അടുത്താണെങ്കിൽ നിങ്ങളെ കണ്ടതിന്റെ പേരിൽ അവനെന്തെങ്കിലും... അതൊക്കെ ഞങ്ങൾ ചിന്തിച്ചു. ഒന്നും വരുത്തരുതെന്ന് പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ. എങ്ങനെയെങ്കിലും ജീവനുള്ള സ്ഥലം കണ്ടെത്തി അവരെ പിന്തുടർന്ന് അവനെ കണ്ടുപിടിക്കാനേ നമുക്ക് സാധിക്കൂ. അതിനു മുമ്പ് എന്തു ചെയ്താലും അത് അബദ്ധമായിരിക്കും. അല്ല, രഘുസാർ എവിടെ? കിടന്നു. ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും എഴുന്നേറ്റില്ല. പല നേരത്തും അങ്ങനെയാ. ചിലപ്പോ കുറെ നേരം ആ വീടിനകത്ത് പോയിരിക്കും, ഇരട്ടിൽ തനിച്ച്. ഞാൻ നിർബന്ധിച്ചാ വിളിച്ചോണ്ട് വരുന്നത്. ദൈവം കാക്കട്ടെ മോളെ. ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാ ഈ ശിക്ഷ മുഴുവൻ അനുഭവിച്ചു കൂട്ടുന്നത്. എന്നാ ഞാൻ മോളെ പിന്നെ വിളിക്കാം. ശരി. സുജാതാന്റെ നിത്യം എവിടെയായിരിക്കും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.